വിന്നർ ഫാമിലി. അപ്പോൾ നമ്മുടെ പ്ലസ് ടുവിലെ ഏറ്റവും ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമല്ല, ദാറ്റ് ഈസ് ഡൈപോൾ. അപ്പോൾ എന്താണ് ഡൈപോൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വളരെ 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 സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കയ്യിൽ രണ്ട് ചാർജസ് ഉണ്ട്. ഓക്കെ, ആ രണ്ട് ചാർജസും ഈക്വൽ ആണ്, ബട്ട് ഓപ്പോസിറ്റ് സൈൻ ആണെന്ന് വിചാരിക്കുക. അതായത് മിസ്സിൻ്റെ കയ്യിൽ ഒരു 1 കൂളോം ചാർജ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു -1 കൂളോം ചാർജ് ഉണ്ട്. ഈ രണ്ടുപേരെയും ഞാനൊരു ചെറിയ ഡിസ്റ്റൻസിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡൈപോൾ എന്ന് വിളിക്കുക. ഡൈപോൾ അല്ലെ, രണ്ട് ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഒരു ചാർജ് Q ആണെങ്കിൽ മറ്റേ ഒരു ചാർജ് -Q ആണ്. ഈ രണ്ട് ചാർജുകളെയും ഞാനൊരു ചെറിയ ഡിസ്റ്റൻസ്, നമ്മൾ സാധാരണയായിട്ട് അതിന് 2a എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ 2a ഡിസ്റ്റൻസിൽ ഞാൻ ഇതുപോലെ കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെറ്റപ്പിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിനെയാണ് എനിക്ക് എന്ത് വിളിക്കാൻ പറ്റുക? ഡൈപോൾ എന്ന് വിളിക്കുക. സോ വാട്ട് ഈസ് ഡൈപോൾ എന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടികൾക്ക് പറയാൻ അറിയണം. ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് അല്ലേ. ഒരു വളരെ സ്മോൾ ഡിസ്റ്റൻസിൽ രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസിന് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡൈപോൾ എന്ന് വിളിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഡൈപോളിൻ്റെ ഒരു സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അപ്പോൾ ആ ഒരു സ്ട്രെങ്ത് അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന ഒരു ടേം എന്ന് പറയുന്നതാണ് ഡൈപോൾ മൊമെന്റ് എന്ന് നമ്മൾ പറയും, അഥവാ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അതിന് P എന്നാണ് കേട്ടോ പറയുക. P ആണ്. അപ്പോൾ ഈ P എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. വൺ ഓഫ് ദി ചാർജസ്, ഏതെങ്കിലും ഒരു ചാർജ് ഇൻടു അല്ലെങ്കിൽ പ്രോഡക്റ്റ് ചെയ്യാം. എന്താണ്? ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻടു അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. അതായത് Q ഇൻടു അല്ലേ, ഏതെങ്കിലും ഒരു ചാർജ് ഇൻടു 2a ആണ് അവരുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. സോ നമ്മളതിനെ ഒന്നും കൂടെ എളുപ്പത്തിന് വേണ്ടി 2aq എന്ന് പറയുന്നു. ഓക്കെ, സെറ്റാണല്ലോ. അപ്പോൾ നമ്മളുടെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ദാറ്റ് ഇസ് P ഇസ് ഈക്വൽ ടു 2aq ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? വാട്ട് ഇസ് ഡൈപോൾ മൊമെന്റ് എന്ന് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ചാർജ്. ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി, സൈൻ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ് ആണ്. സെറ്റാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആയിട്ടുള്ള ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഈ ഡൈപോൾ മൊമെന്റിന്റെ സ്ട്രെങ്ത്തിനൊരു ഡയറക്ഷൻ ഉണ്ടാവും അല്ലേ. വെക്റ്റർ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഉണ്ടാവുമോ? സോ ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഡൈപോൾ മൊമെന്റ് വിൽ ബി ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ്. അതായത് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ മൈനസിൽ നിന്ന് പ്ലസ് ചാർജിലേക്കായിരിക്കും ഡയറക്ഷൻ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ യൂണിറ്റ് എന്താ? Q എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളോം ആണ്, 2a എന്ന് വെച്ചാൽ ഡിസ്റ്റൻസ് ആണ്. സോ കൂളോം മീറ്റർ വിൽ ബി ദ എന്താണ് അവരുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഡൈപോൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ വെരി ഷോർട്ട് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡൈപോൾ എന്ന് വിളിക്കുക. അതിൻ്റെ സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഡൈപോൾ മൊമെന്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2aq എന്നാണ്. അതായത് പ്രോഡക്റ്റ് ഓഫ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് വൺ ചാർജ് ഇൻടു ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഡയറക്ഷൻ ഇസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് എന്ന് നമുക്ക് പറയാം. സെറ്റാണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഡൈപോളിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡുകളുണ്ട് അല്ലേ. അപ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിനെ കണ്ടുപിടിക്കാനുണ്ട്. ഒരു ഡൈപോളിൻ്റെ അതേ പോയിന്റിൽ, അഥവാ അതിനെ ആക്സിയൽ പോയിന്റ് എന്നാണ് വിളിക്കുക. ആ ആക്സിയൽ പോയിന്റിലും അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇക്വറ്റോറിയൽ ആയിട്ടുള്ള പോയിന്റിലുമുള്ള ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് എന്നുള്ള ഒരു അടിപൊളി ഡെറിവേഷൻ പഠിക്കാനുണ്ട്. സോ അത് നമുക്ക് നെക്സ്റ്റ് ലേണിംഗ് വീഡിയോയിൽ, നെക്സ്റ്റ് ലേണിംഗ് വീഡിയോ എന്ന് പറയുന്നത് അടുത്ത വീഡിയോയിൽ മിസ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും. ഓക്കെ, അപ്പം അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കുട്ടി ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടുന്ന് ചെയ്തു നോക്കാം. ഒന്നുമില്ല, രണ്ട് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു -2 മൈക്രോ കൂളോം ആൻഡ് +2 മൈക്രോ കൂളോം രണ്ട് ചാർജസ് ആർ സെപ്പറേറ്റഡ് ബൈ 30 സെൻറ്റിമീറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഡൈപോൾ മൊമെന്റ് എന്നാണ് മിസ്സിൻ്റെ ചോദ്യം. ഡൈപോൾ മൊമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നമുക്കറിയാം അല്ലേ. 2 മൈക്രോ കൂളോം, -2 മൈക്രോ കൂളോം ആൻഡ് +2 മൈക്രോ കൂളോം സെപ്പറേറ്റഡ് ബൈ 30 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ,
അപ്പോൾ ഡൈപോൾ മൊമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? P = 2AQ അല്ലേ? 2A എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലരും തെറ്റിക്കുന്ന കാര്യം എന്ന് 2A എന്ന് പറയുമ്പോൾ 2 × 30 സെൻറ്റിമീറ്റർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. രണ്ട് ചാർജസിൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് 30. സോ 2Aനെയാണ് നമ്മൾ 30 എന്ന് എടുക്കേണ്ടത്. സോ 30 × 10⁻². ഇൻറ്റു 1 ഓഫ് ദി ചാർജസ് ആണ് 2 മൈക്രോ കൂളോം പറയുമ്പോൾ 2 × 10⁻6. ദാറ്റ് ഈസ് 30 × 2 is 60 × 10⁻8 അഥവാ 6 × 10⁻7 കൂളോം മീറ്റർ. ദിസ് വിൽ ബി ദി എന്താ നമ്മളുടെ ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, ആൻഡ് ഈസ് ഫ്രം എവിടെ നിന്ന് എവിടേക്കാണ്? നെഗറ്റീവ് ടു പോസിറ്റീവ് ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ എന്താണ് ഡൈപോൾ മൊമെൻ്റ് എന്ന് അടിപൊളിയായിട്ട് മനസ്സിലാക്കുക. സോ അതിൻ്റെ ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ പോയിന്റിൻ്റെ ഡെറിവേഷൻ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.